Hello children. Last 2-3 classes we have seen the food particles which are very much necessary for us in our diet. We have seen carbohydrate, protein, fat, vitamin, minerals, etc. These things are very much necessary for our body to maintain healthy and do our different physiological activities. അല്ലേ, നമ്മുടെ പല ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഇതൊക്കെ അത്യാവശ്യമാണ്. ഇനി ഇൻ കേസ് ദീസ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ഫുഡ്, നമ്മുടെ ആഹാരത്തിൽ ഈ ഘടകങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്ത് പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. ഡെഫിഷ്യൻസി ഓഫ് ദീസ് ഫുഡ് പാർട്ടിക്കിൾസ് ഓർ ന്യൂട്രിയൻസ് വിച്ച് ലീഡ്സ് ടു സം ഡിസീസസ്. ഈ അപര്യാപ്തത, ഈ വസ്തുക്കളുടെ, ഈ പോഷക ഗുണങ്ങൾ ഉള്ള ഘടകങ്ങളുടെ അപര്യാപ്തത മൂലം എന്തു ചെയ്യുന്നു? അവ എന്തിലേക്ക് നയിക്കാം? ചില രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. അത്തരം രോഗങ്ങളെയാണ് നമ്മൾ പറയുന്നത് അപര്യാപ്തതാ രോഗങ്ങൾ. എന്തിൻ്റെയൊക്കെയോ കുറവുകളുണ്ടാകുന്ന രോഗങ്ങൾ, അതാണ് അപര്യാപ്തതാ രോഗങ്ങൾ. ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് ടേം ഈസ് ഡെഫിഷ്യൻസി ഡിസീസസ്. ഡെഫിഷ്യൻസി, കുറവ് മൂലം, എന്തിൻ്റെയൊക്കെയോ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഇനി അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു സീ വിച്ച് ആർ ദ ഡെഫിഷ്യൻസി diseases that occurs to us due to the deficiency of some nutrient factors. How we can define deficiency diseases? The deficiency of essential nutrients in our body cause certain diseases called deficiency diseases. First we will see the deficiency of carbohydrate. കാർബോഹൈഡ്രേറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ബോഡി വീക്ക്നെസ് ആൻഡ് ലോസ് ഓഫ് സ്റ്റാമിന. ബോഡി വളരെ ക്ഷീണമാകുന്നു, പിന്നെ നമുക്ക് ഒന്നിട്ട് ജോലിയും ചെയ്യാനുള്ള ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥയായിരിക്കും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞാൽ ഉണ്ടാകുന്നത്. ബിക്കോസ് കാർബോഹൈഡ്രേറ്റാണ് ഗിവ്സ് us എനർജി ടു ഡു വർക്ക്. നമുക്ക് പ്രവൃത്തി ചെയ്യാൻ ആരോഗ്യം തരുന്നത് ആരാണ്? ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ച മുരടിക്കാനും ചാൻസ് ഉണ്ട്, അല്ലേ? ഈ കാർബോഹൈഡ്രേറ്റ് എന്തുകൊണ്ടാലും വളർച്ച മുരടിക്കുന്നതിനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വി വിൽ സീ ദ ഡെഫിഷ്യൻസി ഡിസീസ് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്ന് നോക്കാം. അതേ രോഗം ഏതാണ്? കാഷ്യൂക്കർ എന്ന് പറയുന്ന രോഗമാണ്. അതിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ സ്റ്റണ്ടഡ് ഗ്രോത്ത്, അതായത് വളർച്ച മുരടിക്കുന്നു, കുടം പോലെ ഇരിക്കുന്ന വയറ്, ദാറ്റ് ഈസ് പ്രൊട്രൂഡഡ് ബെല്ലി, വയറ് കുടം പോലെ ഇരിക്കുന്ന ഇതൊക്കെയാണ് അവയുടെ ലക്ഷണങ്ങൾ. നെക്സ്റ്റ് ഡിസീസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ഈസ് പരാമസ്. അതും ഏകദേശം അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ വളരെ വീക്കാവുന്നു, വീക്ക് ലെഗ്സ്, മെൻ്റൽ റിട്ടാർഡേഷൻ, മാനസികമായിട്ട് ഒരു കുഴപ്പങ്ങളൊക്കെ പറ്റുന്നു. ഇതൊക്കെയാണ് കാഷ്യൂക്കർ ബാധിച്ച കുട്ടികളുടെ പിക്ചേഴ്സാണ്. ദിസ് ഇസ് എ കാഷ്യൂക്കർ മീൻസ് ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ്. അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ദ ബോഡി ഓഫ് ദ അഫക്റ്റഡ് വിൽ ബി വീക്ക്. വളരെ കുട്ടികൾ വളരെ ക്ഷീണിച്ചവരായിരിക്കും. വിത്ത് എ പ്രൊട്രൂഡഡ് ബെല്ലി, ഇങ്ങനെ തള്ളിയിരിക്കുന്ന വയറ്. ഇതാണ് അവരുടെ ഈ കാഷ്യൂക്കർ എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം പ്രോട്ടീൻ നമ്മുടെ ഫുഡിൽ അത്യന്താപേക്ഷിതമാണ്. ഇറ്റ് ഈസ് ഫോർ അവർ ഗുഡ് ഹെൽത്ത്, നമ്മുടെ നല്ല ആരോഗ്യത്തിന് അത് വേണം. വി വിൽ സീ ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻസ്. വിറ്റമിൻസിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഫസ്റ്റ് വി വിൽ സി വിറ്റമിൻ എ. വിറ്റമിൻ എയുടെ എന്താണ് അതിൻ്റെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം കളേർഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, എഗ് തുടങ്ങിയവയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിറ്റമിൻ എ കിട്ടുന്നത്, അല്ലേ? എല്ലാം കളേർഡാണ്. നിങ്ങൾ ക്യാരറ്റ് ആയാലും ബീറ്റ്റൂട്ടിലായാലും. എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് വിറ്റമിൻ എ? എൻഹാൻസസ് വിഷൻ, കാഴ്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നു. പ്രൊവൈഡ്സ് റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ, കീപ്സ് ഹെയർ ആൻഡ് സ്കിൻ ഹെൽത്തി. രോഗപ്രതിരോധ ശേഷിയും നല്ല ത്വക്കൊക്കെ നല്ല മിനുസമായിട്ടിരിക്കാൻ സഹായിക്കുന്നു. അതുമൂലമുണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. രാത്രി കാലങ്ങളിൽ നമുക്ക് കാഴ്ച മങ്ങുന്നു, അതായത് ഡിം ലൈറ്റിൽ കാഴ്ച കുറയുന്നു. അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത എന്ന് പറയുന്നത്. ക്യാരറ്റ്, അത് കളേർഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ തന്നെ ധാരാളം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ വി കൻ ഓവർകം ദിസ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ എ. അപ്പോൾ വിറ്റമിൻ എ കൂടുതലടങ്ങിയ വസ്തുക്കൾ നമ്മൾ കഴിച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി വിൽ സീ ദ ഡെഫിഷ്യൻസി ഡിസീസസ് ഡ്യൂ ടു വിറ്റമിൻ സി, വിച്ച് ആർ ഫുഡ് റിച്ച് ഇൻ വിറ്റമിൻ സി, ലെമൺ, ഓറഞ്ച്, ഗൂസ്ബെറി, എക്സെട്ര. What is the importance? Helps in healing of wounds, builds resistance to common cold,
മെയിൻറ്റെയിൻസ് ഹെൽത്തി ഗംസ്. ഇതൊക്കെയാണ് അവയുടെ ഗുണങ്ങൾ. The diseases due to this lack of or deficiency of vitamin C is scurvy. Scurvy എന്ന് പറയുന്ന രോഗം ആണ്. Pus and bleeding gums, പഴുപ്പും രക്തവും വരുന്ന ഗം, അതാണ് ഈ സ്കർവി എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. സോ നെല്ലിക്ക, ഓറഞ്ച്, ഗ്രേപ്സ്. സോ ബ്ലീഡിങ് ഗംസ് വിത്ത് പസ്, പഴുപ്പും രക്തവും വരുന്ന പല്ലുണ്ടെങ്കിൽ, നിങ്ങൾ പല്ല് തേക്കുമ്പോഴൊക്കെ അമിതമായ ബ്ലഡ് പോകണമെങ്കിൽ യു ഹാവ് ടു തിങ്ക് ദാറ്റ് എന്താണ്, വിറ്റമിൻ സി കുറവാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വിറ്റമിൻ സി കൂടുതലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കണം. നെക്സ്റ്റ് വി വിൽ സീ ഡെഫിഷ്യൻസി ഡിസീസസ് ഓഫ് ദിസ് വിറ്റമിൻ ഡി. യു നോ the source of vitamin D is sunlight and milk products mainly is from sunlight only, അല്ലേ? What is the importance? Keeps the bones and teeth healthy and strong. പല്ലും എല്ലും ഒക്കെ നല്ല രീതിയിൽ വയ്ക്കുന്നു. അതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് എന്ന അസുഖം. ഓർ സോഫ്റ്റ് ബോൺ ആകുന്നു, ബോൺ സോഫ്റ്റ് ആവുകയും അത് വളഞ്ഞു പോവുകയും ചെയ്യുന്നു. നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് പിക്ചറിൽ ബോൺസ് വളഞ്ഞിട്ടൊന്നുമില്ല, പിന്നെ വന്ന രണ്ടിലും പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, ബോൺസ് വളയുന്നു. കാരണം എന്ത്, കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെയും വിറ്റമിൻ ഡിയുടെയും കുറവ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ബോൺസ് എല്ലാം വളരെ സോഫ്റ്റായി, കട്ടി ആയിരിക്കേണ്ട ബോൺസും ടീത്തൊക്കെ വളരെ സോഫ്റ്റായി പോകുന്നു, വളഞ്ഞു പോകുന്നു. അവരുടെ കാലുകൾ കണ്ടാൽ ഇങ്ങനെ വളഞ്ഞ് ഈ ആകൃതിയിൽ കാണുന്ന, ദാറ്റ് ഈസ് റിക്കറ്റ്സ്. ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ ഇ. Vegetable oils and nuts are rich in this vitamin E. What is the function of this vitamin E? It makes our skin healthy. സ്കിൻ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് വേണം. ഇത് നമ്മുടെ സ്കിന്നിനെ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് വിറ്റമിൻ കെ. ഇറ്റ് ഈസ് നീഡഡ് ഫോർ അവർ ബ്ലഡ് ക്ലോട്ടിങ്, അതായത് രക്തം കട്ടി പിടിക്കാൻ ആവശ്യമാണ്. ലീഫി വെജിറ്റബിൾസ്, ദെൻ ഫ്രൂട്ട്സ്, ചീസ്, നട്ട്സ്, ഇതിലൊക്കെയാണ് വിറ്റമിൻ കെ റിച്ച്. ഇതില്ലെങ്കിലോ ഹെമറേജ്, രക്തസ്രാവം, ബ്ലഡ് കട്ട പിടിക്കാതെ പോകുന്നു. സോ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ട വിറ്റമിനാണ് കെ. ഇതില്ലെങ്കിൽ മുറിവുകളുണ്ടായാൽ ബ്ലഡ് ഒഴുകിക്കൊണ്ടേയിരിക്കും, നമ്മുടെ മരണം വരെ സംഭവിക്കും. സോ വിറ്റമിൻ കെ, ദാറ്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. We will see about vitamin B, that is B1, B2 and B12. First, B1. What is the use of this B1? It helps in digestion and proper functioning of the heart and nerves. The disease due to the lack of this B1 is beriberi. This is rich in grains, milk, egg, etc. Next is B2. That is keeps skin healthy. If it is not present in our food, it causes skin disorders. The B2 is rich in leafy vegetables, milk, egg, etc. Then B12. It forms red blood cells. Red blood cells ഉണ്ടാക്കാൻ വേണം. ഇത് ഈ B12 ഇല്ലെങ്കിൽ it leads to anemia. Next we will see the deficiency of minerals. First we will see iron, ഇരുമ്പ്. അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ, രക്തക്കുറവ്. ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ അയൺ, അതിന് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടായില്ലെങ്കിലോ രക്തത്തിൻ്റെ അളവ് കുറയുകയും നമ്മുടെ മുഖവും കൈയൊക്കെ നോക്കിയാൽ ഒരു മഞ്ഞ നിറം പോലെ കാണുന്നു. രക്തത്തിൻ്റെ കുറവ് കൊണ്ടാണ്, ദാറ്റ് ഈസ് അനീമിയ. നെക്സ്റ്റ് മിനറൽ ഈസ് അയോഡിൻ. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ വി ഗെറ്റ് ദ ഡിസീസ് ഗോയിറ്റർ. എന്താണ്, സ്വെല്ലിങ് ഇൻ ദ ത്രോട്ട്. നമ്മുടെ കഴുത്തിൽ തടിച്ചിരിപ്പുണ്ട്, ഫ്രണ്ട് ഭാഗം തടിച്ചിരിക്കുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടും. അതാണ് അവിടെ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. ആ തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവുന്നതാണ് ഈ ഗോയിറ്റർ എന്ന രോഗത്തിൻ്റെ അവസ്ഥ. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ. അയോഡിൻ എന്ന മിനറലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ദിസ് ഗോയിറ്റർ. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ എന്താണ്, അയഡിൻ കഴിക്കണം. സീ ഫുഡിൽ അയഡിൻ ഉണ്ട്, അല്ലെങ്കിൽ അയഡൈസ്ഡ് ചെയ്ത ഉപ്പ് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയാണ് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത്.